ഓക്കെ, പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഒരു പ്രത്യേക ചോദ്യം പറയാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് നിൽക്കുന്നത്. നമുക്കറിയാം, ഉപന്യാസം, അനുഭവക്കുറിപ്പ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് യാത്രാ വിവരണം പോലെ നിങ്ങൾ കണ്ടൊരു കാഴ്ചയെ വിവരിച്ചെഴുതുക എന്നൊരു ചോദ്യം വരാൻ വളരെ സാധ്യതയുള്ളൊരു പാഠമുണ്ട് നമുക്ക് പഠിക്കാൻ അല്ലേ. ഏതായിരുന്നു ആ പാഠം? കാർമുകിലിന് ഗദ്യത്തിൽ ഒരർച്ചനാഗീതം അല്ലേ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആകാശത്തിൻ്റെ മഹാവിസ്തൃതിയിൽ കാർമുകിൽ ഏകാന്തത അനുഭവിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് ലേഖം ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കറിയാം. വലിയ ആകാശത്ത്, പരന്നു കിടക്കുന്ന ആകാശത്ത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കാണുന്ന മേഘങ്ങൾ ഏകാഗികളെ പോലെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ടോ, വില്യം വേഡ്സ്വർത്തിൻ്റെ ഞാൻ മേഘങ്ങളെപ്പോലെ ഏകാഗിയാണ് എന്ന സങ്കല്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് കാർമുകിലിന് അർച്ചനാഗീതത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം, നമ്മുടെ ലേഖകൻ മേഘത്തെക്കുറിച്ചുള്ള പല വർണ്ണനകളും നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. മേഘത്തിന് നിദ്രയുടെ നിറമാണെന്ന് ഞാൻ ഊഹിക്കാറുണ്ട്. ചിലപ്പോൾ അതൊരു സിംഹത്തിൻ്റെ രൂപമായി മാറാറുണ്ട്. പ്രവാഹ സന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ് മേഘങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് അങ്ങനത്തെ കുറേ സൂചനകൾ തന്നിട്ടുണ്ടല്ലേ. അതുപോലെ നിങ്ങൾക്ക് മേഘത്തെക്കുറിച്ചുള്ള അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്തകളെ ഒന്ന് ക്രോഡീകരിക്കാൻ ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കാം. യാത്രാ വിവരണം, നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാധ്യതയുള്ള മറ്റൊന്നാണ് എന്താ, നിങ്ങളുടെ അനുഭവങ്ങൾ. മേഘത്തെക്കുറിച്ച് നിങ്ങൾക്ക് മേഘം കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വാഗ്മയ രൂപം, നിങ്ങളുടെ ഭാവന എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്ന് എഴുതാനുള്ള ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. മറന്നു പോകരുത്. 2 ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, യാത്രാ വിവരണം തയ്യാറാക്കാൻ ഒരു ചോദ്യം വന്നേക്കാം. കാരണം നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കാൻ ചോദിക്കാം. അതല്ലെങ്കിൽ മേഘങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലേഖകനെ പോലെ മേഘങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു രൂപം തോന്നിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വന്നേക്കാം. അപ്പോൾ മറന്നു പോകരുത്. അനുഭവക്കുറിപ്പോ യാത്രാ വിവരണമോ ചോദിച്ചാൽ നിങ്ങളുടെ സ്വതസിദ്ധമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന എന്താ പറയുക, വേഡ്സ്വർത്ത് കവിതയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ലേ നിങ്ങൾ? ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളുടെ അനിയന്ത്രിത പ്രവാഹമാണ് കവിത എന്ന് പറഞ്ഞതുപോലെ അനിയന്ത്രിതമായി നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ പുറത്തേക്ക് വരണം. അതെ, സ്വന്തമായ ഭാഷാ പ്രയോഗത്തിലൂടെ. സ്വന്തമായ ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാഷ ഉണ്ടാക്കാനല്ലേ. നമ്മളെ എന്നും നിൻ്റെ മൊയ്തീനും കാഞ്ചനമാലയും ഉണ്ടാക്കിയതുപോലെ മറ്റാർക്കും അറിയാത്തൊരു ഭാഷ ഉണ്ടാക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. തനതായ ശൈലിയിലാണ് എഴുതേണ്ടതെന്നാ. ഓക്കെ, അത് 2 ചോദ്യം മറക്കരുത്. മറന്നാൽ പോയി കേട്ടോ. ഓക്കെ, അപ്പം മറന്നു പോകാതെ ഓർത്ത് വെക്കണേ.